PR-ൽ നിലവിലത്തെ സാഹചര്യത്തിൽ കുടുങ്ങി എന്നാണ് എൻ്റെ വാദമെങ്കിലും അതിൽ ചില വാസ്തവമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില ആശയക്കുഴപ്പത്തിൻ്റെ കൂടി ഒരു ഭാഗമുണ്ട് ഇതിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ 3 കാര്യങ്ങളിൽ നിലവിൽ ഈ PR വിവാദത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിലാണ്. ഒന്ന്, ഈ ദ ഹിന്ദു പത്രത്തിൽ അഭിമുഖം അച്ചടിച്ചു വന്നതിനു ശേഷം 35 മണിക്കൂർ എടുത്തു ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ ആവശ്യപ്പെടാനും ഒരു തിരുത്തൽ ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിക്കാനും. എന്തുകൊണ്ട് ഇത്രയും സമയമെടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതും 21-ാം തീയതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയാത്ത കാര്യങ്ങൾ, അതായത് ഹവാല, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് ഇവയിലൂടെ ലഭിക്കുന്ന പണം ദേശദ്രോഹത്തിന്, ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്നുവെന്ന BJPയുടെ പ്രചരണ മെഷീനുകൾ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഏറ്റെടുക്കാനും പ്രചരിപ്പിക്കാനും സാധ്യതയുണ്ടാകുമായിരുന്നൊരു വിഷയം അഭിമുഖത്തിൻ്റെ ഭാഗമായി അച്ചടിച്ചു വന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത് എന്ന ചോദ്യത്തിന് മുന്നിൽ നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധത്തിലാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഈ PR ഏജൻസി നിലവിലുണ്ടോ ഇല്ലയോ എന്ന വിഷയമാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ദ ഹിന്ദു പത്രം ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്ന അവരുടെ വിശദീകരണത്തിൽ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, PR ഏജൻസി ഇങ്ങോട്ട് വന്ന്, കേസൻ എന്ന PR ഏജൻസി ഇങ്ങോട്ട് വന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തി തരികയായിരുന്നു. നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഇതേ കേസൻ എന്ന് പറയുന്ന ഏജൻസി തന്നെ ഖലീജ് ടൈംസ് എന്ന പത്രത്തിനും മുഖ്യമന്ത്രിയുടെ നേരത്തെ ഒരു അഭിമുഖം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെന്നും അത് വയനാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ കൂടുതൽ സഹായം നൽകണമെന്നുള്ള അഭ്യർത്ഥനയാണ് ലീഡ് ചെയ്തിരുന്നതുമെന്നുമാണ്. ആ വിഷയത്തിൽ വലിയ വിവാദമില്ലാത്തത് കൊണ്ട് നമ്മളാരും ശ്രദ്ധിക്കാതെ പോയി. പക്ഷേ ഖലീജ് ടൈംസിൽ പ്രസിദ്ധീകരിച്ചു വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖവും ഇതേ കേസൻ എന്ന ഏജൻസി വഴിയാണ് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. മറ്റൊന്ന്, ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള പത്രങ്ങളെയും ഇതേ ഏജൻസി സമീപിച്ചിട്ടുണ്ട് എന്നാണ് ഡൽഹിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. 3, ഈ കേസൻ എന്ന് പറയുന്ന ഏജൻസിക്ക് റിലയൻസിൻ്റെ ഷിൽ കമ്പനിയുമായ മോവൻ കമ്പനിയുമായും ബന്ധമുണ്ടെന്നും ഈ റിലയൻസ് കമ്മ്യൂണിക്കേഷനിൽ പ്രവർത്തിക്കുന്ന TD സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നയാളാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പം ഈ അഭിമുഖം എടുക്കുന്ന സമയത്ത് കേരള ഹൗസിലുണ്ടായിരുന്ന വ്യക്തി എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും യഥാർത്ഥത്തിൽ നിലവിൽ പാർട്ടിയെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇതാണ് പ്രതിരോധത്തിലാക്കൂ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. മാത്രമല്ല, ഇടതുപക്ഷത്തിന് എന്തുകൊണ്ടൊരു PR ഏജൻസിയെക്കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ രാഷ്ട്രീയ പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടി ഈ PR ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ വിമർശനത്തിന് പലതവണ വിഷയമായിട്ടുള്ളതാണ്. അങ്ങനെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവ സവിശേഷതയായ ഒരു പ്രതിച്ഛായ നിർമ്മിതി, ഒരു പ്രൊപ്പഗാൻഡ മെഷീനെ ഇടതുപക്ഷം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്തൊരാശയമാണ്. മാത്രമല്ല, മുദ്രാവാക്യങ്ങൾ സർഗാത്മകമാകുമ്പോൾ അവ കവിതകളായി തീരുന്നു എന്നുള്ളതാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ സങ്കല്പം. ആ മുദ്രാവാക്യങ്ങൾ വരേണ്ടത് ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ നാവിൽ നിന്നോ അവരുടെ ക്രിയേറ്റീവ് ഹെഡിൽ നിന്നോ അല്ല, പകരം അത് തെരുവുകളിൽ നിന്നാണ് ആ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടേണ്ടത് എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആശയം തന്നെ. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിനിമയത്തിന് വേണ്ടി, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഏതെങ്കിലും ഒരു മുതലാളിത്ത ഏജൻസിയെ, ഒരു ക്യാപിറ്റൽ ഏജൻസിയെ ഇല്ലെങ്കിൽ ഒരു PR ഏജൻസിയെ സമീപിക്കുക എന്നത് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്നു പോകാത്ത ഒന്നാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സർക്കാർ പരിപാടിക്ക് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു ഏജൻസിയെ സമീപിക്കാം. അവരുടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് ടാഗ് ലൈൻ ഇടാൻ വേണ്ടി ഒരു PR ഏജൻസി സമീപിക്കാം. പക്ഷേ അതുപോലെയല്ല, സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ, ഒരു പത്രത്തിന് അഭിമുഖം കൊടുക്കുന്ന വിഷയത്തിൽ ആ നയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തു പറയണമെന്ന കാര്യത്തിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു PR ഏജൻസി ആകരുത് എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. അതുകൊണ്ട് തന്നെ PR ഏജൻസിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി തങ്ങളെ സമീപിച്ചത് എന്ന ദ ഹിന്ദുവിൻ്റെ വെളിപ്പെടുത്തൽ നിലവിൽ ഇടതുപക്ഷത്തിന് ഒന്നാകെ തന്നെയും ക്ഷീണമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ TD സുബ്രഹ്മണ്യം യഥാർത്ഥത്തിൽ കേസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ദ ഹിന്ദു പത്രത്തെ സമീപിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാണ് TD സുബ്രഹ്മണ്യം? TD സുബ്രഹ്മണ്യം TK ദേവകുമാർ എന്ന ഹരിപ്പാട് MLA-യുടെ CPM നേതാവിൻ്റെ മകനാണ്. ഇദ്ദേഹത്തിനൊരു SFI പശ്ചാത്തലമുണ്ട്. ഇഫ്ലുവിലെ സർവകലാശാല പഠനകാലത്ത് അദ്ദേഹം SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഈ TD സുബ്രഹ്മണ്യം പിന്നീട് IPAC എന്ന് പറയുന്ന പ്രശാന്ത് കിഷോറിൻ്റെ ഈ മാനേജ്മെൻറ്റ്, പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് വിങ്ങിൽ, സ്ട്രാറ്റജി വിങ്ങിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ റിലയൻസ് കമ്മ്യൂണിക്കേഷനിൽ പ്രവർത്തിക്കുന്നയാളാണ്. ഞാൻ
മനസ്സിലാക്കുന്നത് TD സുബ്രഹ്മണ്യം എന്ന മുൻ SFI നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ മാധ്യമങ്ങളിലും ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള പ്രചരണത്തിനു വേണ്ടി താൻ മറ്റൊരു ഏജൻസിയുടെ സഹായമില്ലാതെ തന്നെ സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നുവെന്നാണ്. ഇതിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് SFI പശ്ചാത്തലത്തിലും TK ദേവകുമാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും വിശ്വസിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തെ വിശ്വസിച്ച് മുഖ്യമന്ത്രിയുടെ അരമണിക്കൂർ ദ ഹിന്ദുവിൻ്റെ അഭിമുഖത്തിന് വേണ്ടി കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല ഹിന്ദുവുമായി ബന്ധപ്പെടുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി ഈ TD സുബ്രഹ്മണ്യനാണ് ഹിന്ദുവിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു പരാജയം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സംഭവിച്ചത്. അവതാരങ്ങളെ ഒഴിവാക്കുമെന്നായിരുന്നല്ലോ സോളാർ കേസിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി അധികാരത്തിൽ വരുമ്പോൾ 2016 ആദ്യം നടത്തിയ പത്രത്തിൽ പറയുന്നത്, വാർത്താ സമ്മേളനത്തിലും സെക്രട്ടേറിയറ്റിലെ ആദ്യത്തെ പ്രസംഗത്തിലും പറയുന്നത്. അങ്ങനെയുള്ള അവതാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മിനി അവതാരമായി TD സുബ്രഹ്മണ്യം മാറിയോ എന്നതാണ് എൻ്റെ സംശയം. എന്തായാലും TD സുബ്രഹ്മണ്യം ഈ ഹിന്ദു പത്രവുമായിട്ട് ബന്ധപ്പെടുന്നു, ഹിന്ദു പത്രത്തിലെ സീനിയർ എഡിറ്റർമാരുമായി സംസാരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ TD സുബ്രഹ്മണ്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശോഭന K നായരിനെ ഈ അഭിമുഖം എടുക്കാൻ വേണ്ടി കേരള ഹൗസിലേക്ക് വിടുന്നു. കേരള ഹൗസിൽ എത്തുമ്പോഴോ TD സുബ്രഹ്മണ്യം അവിടെയുണ്ട്. TD സുബ്രഹ്മണ്യത്തോടൊപ്പം വിനീത് ഹണ്ട എന്ന് പറയുന്ന ഈ കേസൻ എന്ന കമ്പനിയുടെ CEO-യും ഉണ്ട്. വിനീത് ഹണ്ടയും ഈ TD സുബ്രഹ്മണ്യവും സുഹൃത്തുക്കളാണ് താനും. ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യത്തിലാണ് അഭിമുഖം എടുക്കുന്നത്. അപ്പോൾ ദ ഹിന്ദു പറഞ്ഞത് ശരിയായി. എന്താണ്? ഈ കേസൻ എന്ന് പറയുന്ന PR കമ്പനിയുടെ 2 ഉദ്യോഗസ്ഥർ, അതിലൊന്ന് വിനീത് ഹണ്ട, മറ്റൊന്ന് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥനായ മുൻ SFI നേതാവും MLA-യുടെ മകനുമായ സുബ്രഹ്മണ്യം. ഇവർ രണ്ടുപേരും കേരള ഹൗസിലുണ്ട്. മുൻ MLA-യുടെ മകനും ആയ ഈ TD സുബ്രഹ്മണ്യം. അപ്പോൾ ഇവർ രണ്ടുപേരും കേരള ഹൗസിലുണ്ട്. അഭിമുഖം നടക്കുന്നതിന് ഇവർ സാക്ഷികളുമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. ഇതൊരു PR ഏജൻസി വഴിയല്ല വന്നിരിക്കുന്നത്, മുൻ MLA-യുടെ ഈ ദേവകുമാറിൻ്റെ മകനായി TD സുബ്രഹ്മണ്യം വഴിയാണ് വന്നിരിക്കുന്നത്. TD സുബ്രഹ്മണ്യം നിലവിൽ കേസിൻ്റെ ഉദ്യോഗസ്ഥനല്ല, റിലയൻസ് കമ്മ്യൂണിക്കേഷനിലാണ് അദ്ദേഹത്തിന് ജോലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഈ വിനീത് ഹണ്ട. അതാണ് ദ ഹിന്ദു അഥവാ ശോഭന വിവരിക്കുന്നത് പോലെ PR ഏജൻസിയിൽ 2 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇനിയാണ് രണ്ടാമത്തെ ഭാഗം. ഇതിൽ അഭിമുഖം കഴിഞ്ഞതിനു ശേഷം ഈ 21 വാർത്താ സമ്മേളനത്തിൽ പറയാത്ത ഒരു കാര്യം എങ്ങനെയാണ് പത്രം പ്രസിദ്ധീകരിച്ചത്? ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വിനീത് ഹണ്ട എങ്ങനെയാണ് അപ്പോൾ അവിടെ വരുന്നത്? വിനീത് ഹണ്ടയും സുബ്രഹ്മണ്യനും തമ്മിൽ സുഹൃത്തുക്കളാണ്. അല്ല, കേസനാണല്ലോ വിനീത് ഹണ്ട. കേസനാണ്. ഈ സുബ്രഹ്മണ്യനും വിനീത് ഹണ്ടയും തമ്മിൽ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്ത് ബന്ധം ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. വിനീത് ഹണ്ടയെ സുബ്രഹ്മണ്യൻ ക്ഷണിക്കുന്നു. അങ്ങനെ സുബ്രഹ്മണ്യവും വിനീത് ഹണ്ടയും കൂടി ഈ ശോഭനയുടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ റൂമിലെത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കേസിന് റോളില്ല, റോൾ നേരിട്ടില്ല. പകരം ഇത് സുബ്രഹ്മണ്യൻ വഴിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമാണ്. വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അത് ഉടൻ വരുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇത് ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം. അത് ലോജിക്കലായിട്ട് കണക്റ്റഡാണ്. കാരണം ഈ സുബ്രഹ്മണ്യം ഇതേപോലെ തന്നെ നേരത്തെ മറ്റു ചില നേതാക്കളെ സമീപിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി PR വർക്ക് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും CPM-ലെ പല നേതാക്കളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുമാണ്. അവിശ്വസിക്കേണ്ട കാര്യവുമില്ല. ഇദ്ദേഹം ഈ ഫ്ലൂവിലെ ഒരു SFI-യുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. മുൻ MLA-യുടെ ഈ ദേവകുമാറിന്റെ മകനുമാണ്. നമ്മുടെ ഈ ഇപ്പൊ ഒരു ചർച്ചയിലേക്ക് പോകുമല്ലോ കേട്ടോ. അതായത് പക്ഷെ ഹിന്ദു പറഞ്ഞിരിക്കുന്നത്, ഹിന്ദുവിന്റെ ആദ്യത്തെ വരി തന്നെ കേസൻ എന്ന് പറയുന്ന PR ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചിരിക്കുന്നത് എന്നാണ്. ദേവകുമാർ എന്നല്ല, സോറി സുബ്രഹ്മണ്യൻ. അവിടെയാണ് ഇനി ക്ലാരിറ്റി വരുത്തേണ്ടത്. ഈ ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം തന്നെയാണോ ഹിന്ദുവിനെ വിളിച്ചിരിക്കുന്നത്? അതല്ല, ഇദ്ദേഹത്തിന് വേണ്ടി സുബ്രഹ്മണ്യം പറഞ്ഞതനുസരിച്ച് കേസന്റെ CEO ആയ വിനീത് ഹണ്ടയാണോ വിളിച്ചിരിക്കുന്നത്? PR ഏജൻസി കേസൻ ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ടൈമും ഡേറ്റും കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? സുബ്രഹ്മണ്യത്തിലാണ്. സുബ്രഹ്മണ്യം ആരുടെ സുഹൃത്താണ്? കേസന്റെ CEO ആയ വിനീത് ഹണ്ടയുടെ. ശോഭനയ്ക്കല്ലേ സമയം കൊടുത്തിരിക്കുന്നത്? അല്ലല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശോഭനയ്ക്ക് സമയം കൊടുത്തിട്ടേ ഇല്ല. അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇന്റർവ്യൂ സുബ്രഹ്മണ്യൻ അല്ലല്ലോ. അല്ലല്ല, ഇന്റർവ്യൂ നടത്തുന്നത് ശോഭനയാണ്. ആ ശോഭന, അതായത് ഹിന്ദു പത്രത്തിന് സമയം കൊടുത്തിരിക്കുന്നത് സുബ്രഹ്മണ്യം വഴിയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പാർട്ടി പ്രതിനിധി ചർച്ചയ്ക്ക് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവിടെയാണ് ഇത് അറിയേണ്ടത്. അതാണ് ഇത് ക്ലാരിറ്റി വരേണ്ട വിഷയം. അതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രഹസ്യമായി മാത്രമേ കാര്യങ്ങൾ കാര്യങ്ങൾ പുറത്തേക്ക് ക്ലാരിറ്റി വേണ്ടേ? സുബ്രഹ്മണ്യവും വിനീത് ഹണ്ടയും തമ്മിൽ എന്താണ് ബന്ധം? ആ ബന്ധം സുബ്രഹ്മണ്യം ദുരുപയോഗം ചെയ്തു. അവിടെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധത്തിലാവുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ഹിന്ദുവിനൊരു ഇന്റർവ്യൂ കൊടുക്കാൻ വിളിച്ചു പറയാമെന്നതിന് ഒരു തടസ്സവുമില്ല. ആ ഘട്ടത്തിലാണ് എന്തുകൊണ്ട് സുബ്രഹ്മണ്യൻ ഉപയോഗിച്ചു എന്നതാണ് ചോദ്യം. അതാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചോ? ആ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു? ആ സുബ്രഹ്മണ്യൻ
ഈ പറയുന്ന ഒരു അവസരം ഈ കേസർ എന്ന് പറയുന്ന ഒരു പബ്ലിക് റിലേഷൻ കമ്പനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. അല്ല, ഒറ്റ കാര്യം കൂടി ഇതിനകത്ത് ഈ ഇൻഫർമേഷൻ പറയുന്നതുകൊണ്ടാണ്. ഒന്ന്, ഈ ഇപ്പോൾ അരുൺ പറഞ്ഞതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ദേവകുമാറിന്റെ മകനായിട്ടുള്ള സുബ്രഹ്മണ്യം, ദേവകുമാർ ഞാൻ പെട്ടെന്ന് ആ വാക്ക് വന്നുകൊണ്ടാണ്, സുബ്രഹ്മണ്യം എന്ന് മാത്രം എടുക്കാം, അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പേരെന്തിനാണ് പറയുന്നത്. ഈ സുബ്രഹ്മണ്യത്തിനാണോ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് CM ഓഫീസ്, അതോ ഹിന്ദുവിന് അഭിമുഖം കൊടുക്കാൻ വേണ്ടി ശോഭനയ്ക്കാണോ? അത് ക്ലാരിറ്റി അത് ഞാൻ മനസ്സിലാക്കിയത്, ഈ സുബ്രഹ്മണ്യൻ പറഞ്ഞതനുസരിച്ച് അരമണിക്കൂർ സമയം ദ ഹിന്ദുവിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറ്റിവെക്കുന്നു. അതാരാണ് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത്? ശോഭന ആണ് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത്. അത് ആര് പറഞ്ഞിട്ട്? ആര് വന്നാലും കുഴപ്പമില്ല. ശോഭന വല്ല നിർബന്ധമില്ല. ദ ഹിന്ദു പത്രത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ദ ഹിന്ദു പത്രത്തിന്റെ സീനിയർ ആയിട്ടുള്ള എഡിറ്റർമാരെയാണ് വിളിച്ചിരിക്കുന്നത്. അത് സുബ്രഹ്മണ്യം. അപ്പൊ സുബ്രഹ്മണ്യമാണ് വിളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. പക്ഷേ സുബ്രഹ്മണ്യം തന്നെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അദ്ദേഹം കേസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ റിലയൻസിന്റെ കമ്മ്യൂണിക്കേഷന്റെ എഞ്ചിനീയറായിട്ട് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വക്താവായിട്ടും അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ കേസിൻ എന്ന ഏജൻസി വിനീത് ഹണ്ടയ്ക്ക് വേണ്ടി സുബ്രഹ്മണ്യം ഇടനില നിന്നുകൊണ്ട് ഏർപ്പാടാക്കിയ ഇന്റർവ്യൂ ആയിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഇതാണ് താല്പര്യം. കേസിനുമായിട്ട് ഒരു കോൺട്രാക്റ്റും ഇല്ല. CMO ഓഫീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഒരു കോൺട്രാക്റ്റും കേസിൻ എന്ന PR ഏജൻസിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അതും ഇതേ സുബ്രഹ്മണ്യം വഴിയാണ് കൊടുത്തത്. അത് വിവാദമാകാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കേസിലേക്ക് പണം പോവില്ല. പകരം ഇത് ഈ അവതാരങ്ങളുടെ സാന്നിധ്യം മൂലം ഈ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ചില കമ്പനികൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കാനും ഇനി വരുന്ന പ്രോജക്റ്റുകളിലേക്ക് നുഴഞ്ഞു കയറാനുമുള്ളൊരു സാധ്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു പാളിച്ച പറ്റിയത്. ഈ അവതാരങ്ങൾ ആർക്കു വേണ്ടിയാണ് വരുന്നത് എന്നുള്ളത് ഇപ്പോഴാണല്ലോ വ്യക്തമാവുന്നത്. ഇത് കേസിന് വേണ്ടി. കേസിന് എന്തുകൊണ്ടാണ്? കേസിന് ഇത്തരം പ്രോജക്റ്റുകൾ ഒരുപാട് ഏറ്റെടുക്കുന്ന കമ്പനിയാണ്. നോക്കൂ, മോദിയുടെ വിവിധ വികസന പദ്ധതികളുടെ പബ്ലിക് റിലേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ കമ്പനിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മഹാരാഷ്ട്രയിലടക്കം BJPയുടെ ഇലക്ട്രൽ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് ഇതേ കമ്പനിയാണ്. ഇതേ സുബ്രഹ്മണ്യം തന്നെ വിവിധ ഏജൻസികൾക്ക് വേണ്ടി കോൺഗ്രസിനെ റീബ്രാൻഡ് ചെയ്യുന്നതിൽ, LDFിൽ ഒരു പാർട്ടി റീബ്രാൻഡ് ചെയ്യുന്നതിലേക്ക് ഇതേ സുബ്രഹ്മണ്യം തന്നെ നേരിട്ടും പങ്കുവഹിച്ചിട്ടുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആ സംശയകരമായ ഇടപെടൽ നടക്കുന്നത്. അതിനാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. അത് വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് വരുത്തേണ്ട വ്യക്തതയാണ്. പക്ഷേ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ദ ഹിന്ദുവുമായി ഒരു അഭിമുഖം തയ്യാറാക്കാമെന്നിരിക്കെ എന്തുകൊണ്ട് സുബ്രഹ്മണ്യനെ സമീപിച്ചൊരു അഭിമുഖം തയ്യാറാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നാളുകളിൽ വിശദമാക്കപ്പെടേണ്ട ചോദ്യമാണ്. നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലൊരു PR ഏജൻസി വഴി ഏതെങ്കിലും ഒരു മാധ്യമങ്ങളെ കാണേണ്ടതില്ല എന്ന വസ്തുത നിലവിലിരിക്കെ എന്തുകൊണ്ട് ഇത് ചെയ്തു? പക്ഷേ ഇതിലും ഗൗരവമേറിയ ഒരു വിഷയം, മൂന്നാമത്തെ പോയിന്റാണ്. ഇതിൽ 21-ാം തീയതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം എന്നും കരിപ്പൂർ എന്നും പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, മലപ്പുറം ജില്ലയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുക. കാരണം അങ്ങനെയാണ്, കുറ്റകൃത്യങ്ങൾ ഏത് ജില്ലയിലാണോ പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണോ ആ ജില്ലയിലെ കുറ്റകൃത്യമായിട്ടായിരിക്കും അത് രേഖപ്പെടുത്തുക. എന്ന് വെച്ചാൽ കുറ്റവാളികളെല്ലാം ആ ജില്ലക്കാരാകണമെന്നില്ല, അവർ മറ്റു ജില്ലക്കാരാവണം. ഇപ്പോൾ കോഴിക്കോടോ കണ്ണൂരോ മലപ്പുറത്തോ ഉള്ള കുറ്റവാളികൾ മലപ്പുറത്ത് എയർപോർട്ടിൽ ഇറങ്ങി സ്വർണം കടത്തിയാൽ അത് ആ ജില്ലയിൽ നടന്ന കുറ്റകൃത്യമായിട്ടാണ് വ്യാഖ്യാനിക്കുക. കുറ്റവാളികൾ ആ ജില്ലക്കാരാകണമെന്നില്ല. അപ്പോൾ അത് വാസ്തവമാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. 21-ാം തീയതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് പറയുന്നത് ഈ അഭിമുഖത്തിലേക്ക് വരുമ്പോൾ കരിപ്പൂർ അവിടെ അപ്രസക്തമാവുകയും അഥവാ അപ്രത്യക്ഷമാവുകയും അവിടെ മലപ്പുറം മാത്രം വരികയും ചെയ്യും. ഇതാണ് അതിനകത്ത് ഒരു ദുരുദ്ദേശം എന്ന് പറയുന്നത്. അല്ല, പക്ഷേ ചർച്ചയിലേക്ക് പോകാം. ആ ഭാഗം അങ്ങ് ചൂണ്ടിക്കാട്ടണം. അപ്പോൾ ഞാനതിന് ക്ലാരിറ്റി വരുത്താം. 21-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം എന്നും കരിപ്പൂർ എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നുണ്ട്. ആ ഭാഗത്തിന്റെ തർജ്ജമ വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ വായിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ ചർച്ചയുടെ ഘട്ടത്തിൽ വരാം. അതായത് സ്വർണം പിടിച്ചത് മലപ്പുറത്താണെന്ന് പറയുമ്പോഴും കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി 21-ൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് അഭിമുഖത്തിലേക്ക് വരുമ്പോൾ കരിപ്പൂർ അപ്രത്യക്ഷമാവുകയും മലപ്പുറം മാത്രം വരികയും ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, 21-ാം തീയതി മുഖ്യമന്ത്രി പറയുന്നത് എന്താ? ഇതൊരു ദേശത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ്, സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും ഹവാലയെന്നും പറയുന്നു. ഈ ദേശത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യം എന്ന 21-ാം തീയതിയുള്ള മുഖ്യമന്ത്രിയുടെ പദപ്രയോഗം മാറി അഭിമുഖത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി പറയാത്തൊരു വാചകമായി മാറുന്നു. ദിസ് മണി കമ്മിങ് ടു കേരള ഈസ് ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ്. അത് ആൻറ്റി സ്റ്റേറ്റ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദേശത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണെന്നുള്ളതും ദേശദ്രോഹ
ആൻറ്റി നാഷണൽ ആയിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനമാണെന്നുള്ളതും വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൻ്റെ രാഷ്ട്രീയ സാധ്യത ഉപയോഗപ്പെടുത്തുന്നത് BJP ആണ് എന്ന വസ്തുതയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതിൽ 35 മണിക്കൂർ ഇതിനെതിരെ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുത്തത് വൈകിയത് അതിനകം തന്നെ ഇതിന് കിട്ടേണ്ട പ്രചരണം നൽകിക്കഴിഞ്ഞു. അത് പലയിടങ്ങളിലും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു വസ്തുത വരേണ്ടതാണ്, ഒരു വ്യക്തത വരേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലവിൽ ഈ PR വിഷയത്തിൽ മുഖ്യമന്ത്രി മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി ആ അർത്ഥത്തിൽ ആ രീതിയിൽ രാജ്യദ്രോഹ പ്രവർത്തനം എന്ന രീതിയിൽ നടത്തിയിട്ടില്ല എന്നത് വാസ്തവമാണെന്നിരിക്കലും ഇതിനൊരു പ്രചരണം നൽകുന്നൊരു PR ഏജൻസിയെ, ആ ഏജൻസിക്ക് വേണ്ടി ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് PR വിഷയത്തിൽ കുരുക്കിലാണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.